ജാനകി അമ്മയുടെ വിയോഗം എന്ന് പറയുന്നത് അത്ര കണ്ട് സംഗീത പ്രേമികളെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നതാണ്. പല ഇടങ്ങളിൽ പല രീതിയിലാണ് ജാനകി അമ്മയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എപ്പോഴും ലാളിത്യത്തിൻ്റെ ഒരു മുഖം കൂടി ഉണ്ടായിരുന്നു ജാനകി അമ്മയ്ക്ക്. എപ്പോഴും വളരെ നിറം കുറഞ്ഞ കോട്ടൺ സാരികളിൽ ആ ഭസ്മക്കുറിയോട് പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ സജീവമാകുന്ന ജാനകി അമ്മ എപ്പോഴും മനസ്സിനുള്ളിൽ ഒരു നർമ്മലത്തിൻ്റെ മുഖമായി അവശേഷിക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായും സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എപ്പോഴും ജാനകി അമ്മയെ നമ്മൾ കാണുമ്പോൾ ആ വെളുത്ത സാരിയും നെറ്റിയിൽ ഒരു ഭസ്മവും അത് തന്നെയായിരുന്നു എപ്പോഴും ജാനകി അമ്മയുടെ അല്ലെങ്കിൽ ജാനകി അമ്മയെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സംഗീത പ്രേമികൾക്ക് മാത്രമല്ല, പൊതുവെ ഒരു അമ്മ എന്ന വിശേഷണമാണ് ജാനകി അമ്മയ്ക്ക് നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരു തീരാ നഷ്ടം തന്നെയാണ് ജാനകി അമ്മയുടെ വിയോഗത്തോടു കൂടി സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും മൈസൂരിലെ മഹാരാജാസ് കോളേജിൽ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പവലിയൻ അടക്കം തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ പൊതുദർശനം നടക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകളാണ് അവസാനമായി ജാനകി അമ്മയെ കാണുന്നതിന് വേണ്ടി ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നത്. VIP അടക്കം തന്നെ അവസാനമായി ജാനകി അമ്മയെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ജാനകി അമ്മയുടെ അല്ലെങ്കിൽ തനിക്ക് അവസാനമായി വിശ്രമിക്കേണ്ടത് താൻ ജനിച്ചു വളർന്നത് അല്ലെങ്കിൽ മൈസൂരിൽ തന്നെ ആകണമെന്ന് ജാനകി അമ്മ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ പ്രകാരമാണിപ്പോൾ ഈ പൊതുദർശന പരിപാടിയാണെങ്കിലും സംസ്കാര ചടങ്ങുകളാണെങ്കിലും മൈസൂരിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 4:30 കൂടിയാണ് മൈസൂരിലെ കനിയഹുണ്ടി ഫാം ഹൗസിൽ ഈ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നമുക്കറിയാം 6 പതിറ്റാണ്ടിലേറെ തന്നെ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ദൃശ്യമാധുര്യം അല്ലെങ്കിൽ സ്വരമാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച മഹാപ്രതിഭയാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ ഏകദേശം ഇന്ത്യയിൽ മാത്രമല്ല മറ്റു ഭാഷകളിലുമായി തന്നെ നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു വിയോഗ വാർത്ത പുറത്തറിയുന്നത്. അതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ ജാനകി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ അനുശോചന സന്ദേശങ്ങൾ അറിയിക്കുന്നത്. ഈ ജാനകി അമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാനകി അമ്മയുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 40,000-ത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം അല്ലെങ്കിൽ ജാനകി അമ്മ ആലപിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ തന്നെ ഇംഗ്ലീഷ്, ജാപ്പനീസ്, അറബിക്, ജർമ്മൻ, സിംഹള തുടങ്ങിയ ഭാഷകളിലും പാട്ട് പാടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ യഥാക്രമം പാടിയിട്ടുണ്ടായിരുന്നത് കന്നഡ, മലയാളം എന്നീ ഭാഷകളിലാണ്. മലയാളത്തിൽ മാത്രമായി 1200-ലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതെന്നും തന്നെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മലയാളിയെ ഒരു ആന്ധ്രാക്കാരിയാണ് ജാനകി അമ്മ. പക്ഷേ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളികളെ പോലെ തന്നെയാണ് ഈ പാട്ടുകളടക്കം തന്നെ പാടിയിരിക്കുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ മലയാളം എന്ന് പറയുന്നത് മറ്റു ഭാഷകളിലുള്ളവർക്ക് അധികം വഴങ്ങാത്തൊരു ഭാഷയാണ്. പക്ഷേ ജാനകി അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഭാഷയും മലയാളവും എത്ര നിസാരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ, ജാനകി അമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. ഒരു പിടി നല്ല ഗാനങ്ങൾ, ആ നല്ല ഗാനങ്ങൾ തന്നെയാണ് മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആ നല്ല ഗാനങ്ങൾ തന്നെയാണ് 1200-ലധികം ഗാനങ്ങളിലേക്ക് ജാനകി അമ്മയെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് തുടങ്ങി നിരവധിയായിട്ടുള്ള അവാർഡുകൾ ജാനകി അമ്മ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ തൻ്റെ 19-ാം വയസ്സിൽ തുടങ്ങിയ തൻ്റെ 19-ാം വയസ്സിലാണ് ഈ കരിയർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 79-ാം വയസ്സിലാണ് അവസാനമായി അല്ലെങ്കിൽ പൊതുവേദിയിൽ വെച്ച് വിരമിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ആ ഒരു കാലയളവിൽ തന്നെ നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ 40,000-ത്തിലധികം ഗാനങ്ങളാണ് ജാനകി അമ്മ പാടിയിട്ടുണ്ടായിരുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. ഒരു അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ഈ 40,000-ത്തിലധികം ഗാനങ്ങൾ പാടുക എന്ന് പറയുന്നത്. മലയാളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവസാനമായി മലയാളത്തിൽ പാടിയത്
10 കൽപ്പനകളിലെ അമ്മ പൂവിന് എന്ന താരാട്ട് പാട്ടാണ് മലയാളത്തിൽ അവസാനമായി ജാനകി അമ്മ പാടിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഈ പ്രധാനമായും ഈ ജാനകി അമ്മയുടെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരുപിടി ഗാനങ്ങളുണ്ട്. തേനും വയമ്പും, തുമ്പീവ, സൂര്യകാന്തി സൂര്യകാന്തി, കൂടാതെ ആടിവ കാറ്റേ, നാദാ നീ വരും. ഇതെല്ലാം തന്നെ മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജാനകി അമ്മയുടേതായി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കൂട്ടം പാട്ടുകളാണ്. ആഴക്കടലിന്റെ അങ്ങേ കരയിൽ, അതെല്ലാം തന്നെ താരാട്ട് പാട്ടുകൾ. ഇപ്പോഴും കുട്ടികൾ ഉറക്കുന്നതിന് വേണ്ടി അമ്മമാർ പാടുന്ന പാട്ടുകളിൽ ഒന്നാണ് ഈ ആഴക്കടലിന്റെ അങ്ങേ കരയിൽ. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പാട്ടുകൾ, താരാട്ട് പാട്ടുകളാണെങ്കിലും പ്രണയത്തിലെ അല്ലെങ്കിൽ പ്രണയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാട്ടുകളാണെങ്കിലും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൽ എത്രത്തോളം ആസ്വദിച്ചുകൊണ്ടാണ് ജാനകി അമ്മ ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത് എന്നത്. അത്തരത്തിൽ ഓരോ പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ജാനകി അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 1957 വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ പാടിക്കൊണ്ടാണ് തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് ജാനകി അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്രത്തോളം പറയുവാൻ വിശേഷണങ്ങൾ ഏറെയുള്ള വ്യക്തിത്വമാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്.